ഹലോ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ വിത്ത് മീ 7 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മുടെ 7 ഡേയ്സ് ചലഞ്ചിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേഗം പോയി കണ്ടതിൻ്റെ ശേഷം, അല്ലെങ്കിൽ നിങ്ങളത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തതിൻ്റെ ശേഷം വേഗം ഓടി വന്നോ. നമുക്കപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാനും നമുക്കതിന് പാകമായിട്ടുള്ള ഒരു ഹുക്കും എടുക്കാം. അപ്പോൾ നമുക്ക് കോട്ടൺ, ആക്രിലിക് ഏത് യാൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. അതിന് മാച്ചിങ് സൈസിൽ ഹുക്ക് കൂടി എടുക്കുക. അപ്പോൾ ഹുക്ക് സൈസൊക്കെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു ചാലഞ്ചസ് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു ഹാർട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാജിക് റിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നാലേ നമുക്ക് നമ്മുടെ 7 ഡേയ്സ് ചാലഞ്ചൊക്കെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടെ അപ്പോൾ തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓക്കെ, നമ്മൾ മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചതായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ചെയ്യാൻ പോകുന്ന അടുത്തത് 4 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. 1 2 3 4. നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാജിക് റിങ്ങിലേക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷയാണ്. ട്രിപ്പിൾ ക്രോഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 ലൂപ്പാണ് കേട്ടോ നമ്മുടെ ഹുക്കിലേക്ക് എടുക്കേണ്ടത്. 2 ചുറ്റിയിട്ടാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ പുള്ളി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 4 ലൂപ്പ് ഓൾറെഡി നമ്മുടെ ഹുക്കിലേക്ക് കിട്ടും. ഇനി നമ്മൾ ഇങ്ങനെ അതിനകത്തേക്ക് പുള്ളിയാണ് ഫസ്റ്റത്തെ 2 പിന്നെ രണ്ടാമത്തെ 2 പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു 2 ലൂപ്പിലേക്കും കൂടി നമ്മളിങ്ങനെ പുള്ളി ചെയ്തെടുക്കണം. നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ഇവിടെ ചെയ്തു. ഇതേപോലെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ടോട്ടൽ ഇവിടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത 2 കൂടി ഇവിടെ ചെയ്യണം. 1 ഓക്കെ. ഇപ്പം നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത 4 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞ് 3 ട്രിപ്പിൾ ക്രോഷേ കൂടെ നമ്മളിവിടെ ചെയ്തു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ഡബിൾ ക്രോഷയാണ് കേട്ടോ. ഡബിൾ ക്രോഷയ്ക്ക് നമ്മൾ ഒരു ചുറ്റെടുത്താൽ മതി. ഇതേപോലെ പുള്ളി ചെയ്തെടുത്തിട്ട് ഫസ്റ്റത്തെ 2 ലൂപ്പിലേക്കും അത് കഴിഞ്ഞുള്ള 2 ലൂപ്പിലേക്കും നമ്മൾ ഇങ്ങനെയാണ് ഹുക്ക് ചെയ്തെടുക്കും. ഓക്കെ, ഒരെണ്ണം ചെയ്ത് ഇതേപോലെ നമ്മൾ 3 ചെയ്യണം. 2 3 ഡബിൾ ക്രോഷേ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതുപോലെ അതിൻ്റെ റിവേഴ്സാണ് ഇപ്പുറത്ത് ചെയ്യാൻ പോകുന്നത്. അതായത് അടുത്തതായിട്ട് 3 ഡബിൾ ക്രോഷേ, 1 2 3. നമ്മൾ 3 ഡബിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് 3 ട്രിപ്പിൾ ക്രോഷേസ് ആണ്. ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ നമ്മൾ 2 ചുറ്റണം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റത്തെ 2 ലൂപ്പ്, പിന്നെ രണ്ടാമത്തെ 2 ലൂപ്പ്, മൂന്നാമത്തെ 2 ലൂപ്പ്, അങ്ങനെ ഫോളോ ചെയ്ത് നമ്മൾ യാൻസ് ഇങ്ങനെ കടത്തി വിടുക. ഓക്കെ, ഇനി അതിൻ്റെ 3 നമ്മളിവിടെ ചെയ്യണം കേട്ടോ. ടോട്ടൽ 3 2 3 നമ്മളിവിടെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. 1 2 3 4. ഈ ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഈ മാജിക് റിങ്ങിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അകത്തേക്ക് പോയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഹുക്കിലിങ്ങനെ നമ്മൾ യാൻ കൊളുത്തിക്കൊണ്ട് വരുമ്പോൾ 2 ലൂപ്പാണ് ഉണ്ടാവുക. അതിങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുക ഈ ഒരു ലൂപ്പിൻ്റെ അകത്തേക്ക് തന്നെ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഷേപ്പിലുള്ള
ഒരു സാധനം കിട്ടും. നമ്മുടെ ഈ മാജിക് റിങ്ങിൻ്റെ ഈ ഒരു അപ്പുറത്തെ തലപ്പ് എന്ന് പറയുന്നത് പുറകു വശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ മാജിക് റിംഗ് ഒന്ന് ക്ലോസ് ചെയ്യാം. നല്ലതുപോലെ അധികം ഹോളൊന്നും വരാത്ത രീതിക്ക് നമ്മൾ മാജിക് റിംഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ലൊരു. നമുക്ക് എന്തെങ്കിലും ഷേപ്പിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഞാനിങ്ങനെ വലിച്ച് പുറത്തേക്ക് അങ്ങ് ഇട്ടിട്ട് ഹോൾ അങ്ങ് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മുടെ മാജിക് റിംഗ് നമ്മൾ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അധികം ഹോളില്ലാത്ത രീതിക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എൻ്റെ ബാക്കിലേക്ക് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് നല്ലപോലെ പുള്ളി ചെയ്ത് നമ്മൾ ആ ഒരു ഷേപ്പ് ഓക്കെ ആക്കിയതിൻ്റെ ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. ബാക്ക് സൈഡിലേക്ക് കെട്ടി വരുന്ന പോലെ നമ്മളതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ കീ ചെയിൻ അല്ലെങ്കിൽ കാറിലൊക്കെ അങ്ങനെയൊക്കെ ഹാങ് ചെയ്യില്ലേ, അതേപോലെ ഹാങ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ത്രെഡ് കുറച്ച് ഇതേപോലെ നീളത്തിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത് കളയാതെ തന്നെ. അല്ലെങ്കിൽ ഉള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒന്നെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ കൂടെ നമുക്കൊരു കീ ചെയിൻ്റെ ലോ കീ ചെയിൻ്റെ ആ ഒരു റിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. ഇനി അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞ് ബേബീസിൻ്റെ ഒക്കെ ഡ്രസ്സ്, ഇനി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തന്നെ ഡ്രസ്സിൽ നമുക്ക് ഇതേപോലെ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട്, നമ്മുടെ ചുരിദാർ ടോപ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ജീൻസിലായിക്കോട്ടെ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ അങ്ങനെ ഡ്രസ്സിലൂടെ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് എന്ത് യൂസിന് വേണമെങ്കിലും ഇതേപോലെ കുഞ്ഞി ഹാർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇതേപോലെ ഒരു കുഞ്ഞി ഹാർട്ട് തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാനും നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ക്യൂട്ട് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് എനിക്ക് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ DM ആയിട്ട് അയച്ചു തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മുടെ ട്യൂട്ടോറിയൽസ് ഫോളോ ചെയ്യുന്നതെന്നും അവരെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ആകുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ട്യൂട്ടോറിയലായിട്ട് കാണാം. ബൈ ബൈ.